السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان هامة ومن كل عين لامة وأعوذ بالله من يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. رضيت بالله ربا وبالإسلام دينا وبمحمد نبيا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. وأحسن منك لم ترى قط عيني وأجمل منك لم تلد النساء. خلقت مبرئا من كل عيب كأنك قد خلقت كما تشاء. وأحسن منك لم ترى قط عيني وأجمل منك لم تلد النساء. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. بارك الله لنا ولكم بالقرآن العظيم. ബഹുമാനപ്പെട്ട ഈ വേദി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അടിമാലി മുഹമ്മദ് ഫൈലി ഉസ്താദ് അവറുകളെ, ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ ബാപ്പുട്ടി തങ്ങൾ, ആശംസാ പ്രസംഗം നടത്തേണ്ട ഫാറൂഖ് വാഫി ഉസ്താദ്, അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നാട്ടിലെ ഉമറാക്കളെ, എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം വെച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും ഏടുകളിൽ സൽക്രമമായി അല്ലാഹു എഴുതി ചേർക്കട്ടെ. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദഫ് പ്രോഗ്രാം, ഇശൽ നൈറ്റ് ഒക്കെ നടക്കാനുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറഞ്ഞ സമയം മാത്രം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് വിടവാങ്ങും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ സുഹൃത്തായിരുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരങ്ങൾ താണ്ടിയിട്ട് വന്നു. സൽമാനുൽ ഫാരിസി തങ്ങൾ അബൂദർദാഇന്റെ വീട് കണ്ടെത്തി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ
അബൂദർദാ തങ്ങളെ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അബൂദർദാഇനെ തിരക്കി അവിടുത്തെ ഭാര്യയായിരുന്ന ഉമ്മദ്ദർദാഇനോട് ചോദിച്ചത്, എവിടെയാണ് അബൂദർദാ പോയിട്ടുള്ളത്? ഉമ്മദ്ദർദാ പറഞ്ഞു, അബൂദർദാ പുറത്തു പോയിരിക്കുകയാണ്, കുറച്ചു കഴിഞ്ഞാ വരും. ഉമ്മദ്ദർദാഇനെ മഹാനായ സൽമാനുൽ ഫാരിസ് തങ്ങൾ കണ്ടത് റആ ഉമ്മദ്ദർദാ മുതബദ്ദില, സാധാരണ കാണുന്ന രൂപത്തിലായിരുന്നില്ല മഹദിയായ ഉമ്മദ്ദർദാ റളിയല്ലാഹു അൻഹയെ സൽമാനുൽ ഫാരിസ് തങ്ങൾ കാണുന്നത്. റആ ഉമ്മദ്ദർദാ മുതബദ്ദില, തീരെ ആകർഷണം തോന്നിക്കാത്ത രൂപത്തിലുള്ള വേഷമണിഞ്ഞുകൊണ്ടായിരുന്നു ഉമ്മദ്ദർദാ റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ടായിരുന്നത്. അത്ഭുതം കൂറിയിട്ട് മഹാനായ സൽമാനുൽ ഫാരിസ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ ശഅനുകി യാ ഉമ്മദ്ദർദാ, ഉമ്മദ്ദർദാ അങ്ങയെ സാധാരണ കാണുന്ന രൂപത്തിലല്ലോ ഇന്ന് കാണുന്നത്, തീരെ ആകർഷണം തോന്നിക്കാത്ത രൂപത്തിൽ, ആരെയും കണ്ടാൽ ആകർഷിക്കുന്ന വിധത്തിൽ വേഷമണിയാറുള്ള, നല്ല വസ്ത്രം ധരിക്കാറുള്ള ഉമ്മദ്ദർദാ ഇന്ന് മുത്തബദ്ദില, തീരെ ആകർഷണം തോന്നിക്കാത്ത വസ്ത്രമണിഞ്ഞിരിക്കുകയാണ്. മാ ശഅനുകി, ഇന്ന് ഇങ്ങനെ വസ്ത്രമണിയാനുള്ള കാരണം എന്താണ്? മഹദിയായ ഉമ്മദ്ദർദാ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു, അഖൂക അബൂദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയാ, നിങ്ങളുടെ സഹോദരനായ അബൂദർദാ തങ്ങളുണ്ടല്ലോ, ദുനിയാവിൽ ഒരു ആവശ്യവുമില്ല, എന്റെ കൂടെ കിടക്കുക എന്നത് പോയിട്ട് ഞാനൊരു ഭാര്യയാണെന്നുള്ള ചിന്ത പോലും മഹാനായ അബൂദർദാ തങ്ങൾക്കില്ല. പിന്നെന്തിനാണ് ഏറ്റവും ഒരു പെണ്ണ് അണിയുകയും ഒരുങ്ങി തയ്യാറാവുകയും ചെയ്യേണ്ടത് തന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. ഭർത്താവിനെ പരിഗണിക്കാതെ ഭർത്താവിന് വേണ്ടാത്ത ഭാര്യയായിരിക്കെ എന്തിനാണ് ഞാൻ നല്ല വേഷത്തിലിരിക്കുന്നത്, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ കാത്തു കഴിയേണ്ടത്? അഖൂക അബൂദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ യാതൊരു വിധേന ചിന്തയും ഇല്ലാത്ത ഒരു ഭർത്താവാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സൽമാനുൽ ഫാരിസ് തങ്ങളെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് നല്ല വസ്ത്രമണിഞ്ഞ് കാത്തിരിക്കേണ്ടത്? സൽമാനുൽ ഫാരിസ് തങ്ങൾക്ക് കാര്യം പിടികിട്ടി. അപ്പോഴാണ് മഹാനായ ഉമ്മദ്ദർദാഇന്റെ ഭർത്താവായിരിക്കുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉടനെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ രണ്ട് കൂട്ടുകാരും തമ്മിൽ സംസാരം തുടങ്ങി. ആയിടക്കാണ് സൽമാനുൽ ഫാരിസ് തങ്ങളോട് മഹാനായ അബൂദർദാ തങ്ങൾ പറയുന്നത്, നിങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അങ്ങിവിടുന്ന് ഭക്ഷണം കഴിച്ചാലും സൽമാനുൽ ഫാരിസ് തങ്ങളെ ഭക്ഷണം ഒരുക്കി പാകം ചെയ്തു കൊടുത്തു. ആടിനറുത്ത് ഭക്ഷണം പാകം ചെയ്തു. സൽമാനുൽ ഫാരിസ് തങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. എപ്പോഴാണ് സൽമാനുൽ ഫാരിസ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല, എന്റെ കൂടെ നിങ്ങളും ഭക്ഷണം കഴിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല, എന്റെ കൂടെ നിങ്ങളും കഴിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂദർദാ തങ്ങൾ പറഞ്ഞു, ഇന്നി സ്വാഇം, ഞാൻ ഇന്ന് നോയമ്പുകാരനാണ്, അതുകൊണ്ട് അങ്ങ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ മതി. സൽമാനുൽ ഫാരിസ് തങ്ങൾ പറഞ്ഞു, അത് നടക്കുന്ന പ്രശ്നമേയല്ല, നിങ്ങളും എന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാം. സൽമാനുൽ ഫാരിസ് തങ്ങൾ വാശി പിടിച്ചു. അപ്പോഴാണ് അബൂദർദാ തങ്ങൾ ആ വാശിക്ക് വഴങ്ങിക്കൊണ്ട്, കീർത്തനത്തിന് വഴങ്ങിക്കൊണ്ട് സൽമാനുൽ ഫാരിസ് തങ്ങളോട് കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചു. വീണ്ടും ഒരുപാട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് രാത്രിയാകുന്നു. മഹാനായ അബൂദർദാ തങ്ങൾ സൽമാനുൽ ഫാരിസി എന്ന തന്റെ കൂട്ടുകാരനോട് പറയുന്നു, ഒരുപാട് ദീർഘയാത്ര കഴിഞ്ഞു വന്നവനാണ് അങ്ങ്, അതുകൊണ്ട് ഇന്നത്തെ യാത്ര തിരിച്ചുപോക്ക് അങ്ങ് താല്പര്യപ്പെടണ്ട. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകണ്ട, മറിച്ച് ഇവിടെ നിൽക്കണം, ഇവിടെ തങ്ങാം. സൽമാനുൽ ഫാരിസ് തങ്ങൾക്ക് അവിടെ നിന്ന് തങ്ങാനുള്ള പായ വിരിച്ചു കൊടുത്തു. എന്നിട്ട് മഹാനായ അബൂദർദാ തങ്ങൾ പറഞ്ഞു, സൽമാനുൽ ഫാരിസി അങ്ങ് ഇവിടെ ഉറങ്ങിയാലും. സൽമാനുൽ ഫാരിസ് തങ്ങളോട് പറഞ്ഞു,
അവിടെ നിന്ന് ഇവിടെ ഉറങ്ങിയാലും ആ സമയത്താണ് അബൂദർദാ തങ്ങളോട് പറയുന്നത്, ഞാൻ ഉറങ്ങുന്ന പ്രശ്നമേ ഇല്ല, അങ്ങയുടെ മഹദിയുടെ അങ്ങയുടെ പ്രേയസിയുടെ റൂമിലേക്ക് കടക്കുന്നത് വരെ സൽമാനിന് ഉറക്കമില്ല, അതുകൊണ്ട് അങ്ങും ഉറങ്ങണം. മുമ്പേ പറഞ്ഞിട്ടുണ്ട് സൽമാനുൽ ഫാരിസി തങ്ങളോട് ഉമ്മു ദർദാ തന്റെ ഭർത്താവിനെ കുറിച്ച്, തന്റെ ഭർത്താവ് പകലും മുഴുവൻ നോമ്പെടുക്കുകയും രാത്രിയായാൽ മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുകയാണ്, തന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നില്ല, എന്നെ പ്രയാസപ്പെടുത്തുന്ന എന്റെ കാര്യങ്ങളിലൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല എന്ന് സൽമാനുൽ ഫാരിസി തങ്ങളോട് മഹദിയായ ഉമ്മു ദർദാ തങ്ങൾ മുമ്പേ പരാതി പറഞ്ഞിട്ടുണ്ട്. അത് കണക്കിലെടുത്തിട്ടാണ് മഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ താമസിക്കുകയും അതിനൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാമെന്ന് സൽമാനുൽ ഫാരിസി തങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞത്, അബൂദർദാ തങ്ങൾ അങ്ങും പോയി ഉറങ്ങണം, എന്നാലേ ഞാൻ ഉറങ്ങും. സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ അബൂദർദാ തങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങളുടെ വാക്ക് കേട്ട് ഉറങ്ങാൻ പോയി. ആ സമയത്ത് ഒരു ഭാഗത്ത് തനിക്ക് പായ വിരിക്കപ്പെട്ട മൂലയിൽ മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളും ഉറങ്ങാൻ കിടന്നു. അല്പം സമയം കഴിഞ്ഞില്ല, അപ്പോഴേക്ക് അബൂദർദാ തങ്ങൾ എഴുന്നേറ്റ് നിന്നു, നിസ്കരിക്കാൻ മുസല്ല വിരിച്ചു. ഇത് കണ്ടുകൊണ്ട് ഉറങ്ങാതെ കാത്തുകഴിഞ്ഞിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വേഗം എഴുന്നേറ്റു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിരുന്ന അബൂദർദാ തങ്ങളെ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും പോയി ഉറങ്ങണം. സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു, അബൂദർദാ തങ്ങളെ അങ്ങ് അവിടെ നിന്ന് ഉറങ്ങാൻ പോകണം, ഇപ്പം നിസ്കരിക്കണ്ട, നിസ്കരിക്കാനുള്ള സമയമായിട്ടില്ല. മഹാമഹദിയായ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയുടെ ആവശ്യം മാനിച്ചിട്ടാണ് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി തങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് വീണ്ടും കിടപ്പറയിലേക്ക് പോകുന്നു. മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ വീണ്ടും കിടന്നുറങ്ങുന്നു. അല്പസമയം കഴിഞ്ഞു, വീണ്ടും മുസല്ലയിലേക്ക് കയറി വരുന്നു. വീണ്ടും നിസ്കരിക്കാനിരിക്കുമ്പോഴാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ വീണ്ടും ചെന്നുകൊണ്ട് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ്, അബൂദർദാ തങ്ങളെ നിസ്കരിക്കാൻ സമയമായിട്ടില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്കുണ്ട്, അത് വീട്ടിയിട്ടും അത് നിങ്ങളുടെ നിസ്കാരം. അങ്ങനെ നേരം പുലരുവോളം 3 പ്രാവശ്യം മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തന്റെ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നേരം പുലർന്നപ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബിയിലേക്ക് ഓടിയിട്ട് അബൂദർദാ തങ്ങൾ പരാതി പറയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാതി കേൾക്കാൻ തുടങ്ങി. എന്താ പരാതി? അബൂദർദാ തങ്ങൾ പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ അനുഷ്ഠിച്ചിരുന്ന നോമ്പ്, ഇന്നലത്തെ നോമ്പ് ഈ സൽമാനുൽ ഫാരിസി തങ്ങൾ ഫസാദാക്കി കളഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്ന എന്റെ നിസ്കാരം സൽമാനുൽ ഫാരിസി തങ്ങൾ കാരണമായിട്ടത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നബിയെ എന്ന് കരഞ്ഞു പറയാൻ തുടങ്ങിയപ്പോഴാണ് സ്വദഖ സൽമാൻ, പുണ്യനബി എവിടെന്ന് പറഞ്ഞത്, സൽമാൻ തങ്ങള് സത്യമാണ് പറഞ്ഞത്. നിനക്ക് നിന്റെ ഭാര്യയുടെ മേൽ ഹക്കുണ്ട്, നിനക്ക് അല്ലാഹുവിൽ വീട്ടി കൊടുക്കാനുള്ള ഹക്കുണ്ട്, നിന്റെ വീട്ടുകാരോട് ചെയ്തു വിട്ടേണ്ട ഹക്കുണ്ട്. എന്നാൽ എല്ലാവർക്കുള്ള ഹക്കും വീട്ടിയതിനു ശേഷം മാത്രമേ ആ ഹക്കുകളൊക്കെ വീട്ടിയിട്ട് മതി അല്ലാഹുവിലേക്കുള്ള ഹക്ക് വീട്ടേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാനും കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്കും ഭാര്യയുണ്ട്, ഞാനും നിസ്കരിക്കുന്നുണ്ട്, ഞാനും നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ എന്റെ ഭാര്യമാർക്കുള്ള ഹക്ക് വീട്ടിക്കൊടുത്തിട്ടാണ് അല്ലാഹുവിലേക്കുള്ള ഹക്കുകളൊക്കെ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അടിമകളുമായിട്ടുള്ള ഹക്ക് വീട്ടിയിട്ട് വേണം. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് സ്വഹാബാക്കൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ ഉമ്മൽ മുഅ്മിനീൻ, ആയിഷ ബിബിയോട് ചോദിക്കുന്നുണ്ട്, ഹീനമാ തവാറദത് അലൈഹാ സുആലാ, ജനങ്ങൾ വന്നിട്ട് ആയിഷ ബിബിയോട് ചോദിക്കുന്നുണ്ട്, മാദാ കാന യസ്നഉൻ നബിയ്യു, മാദാ കാന യസ്നഉൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി ഇൻദക, അവിടത്തെ സാന്നിധ്യത്തിലായിരിക്കുന്ന സമയത്ത് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
വീട്ടിൽ കൂടിയിരിക്കുന്ന സമയത്ത് ഹബീബിന്റെ സ്വഭാവം എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. സ്വഹാബാക്കൾ വന്ന് ചോദിക്കുന്നു. അന്നേരം മഹദിയായ ആയിഷ ബീവി മറുപടി കൊടുക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്യനന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ലയ്യനായി പെരുമാറുന്ന ആളാണ്. ജനങ്ങളോട് ഏറ്റവും ബഹുമാന പുരസ്സരം സംസാരിക്കുന്ന പെരുമാറുന്ന മനുഷ്യനാണ്. കാന റജുലൻ മിൻ റിജാലിക്കും, എന്ന് മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ പെരുമാറ്റം ഏതുപോലെ ഇരിക്കുന്നുവോ പ്രകാരമാണ് നിന്റെ ഹബീബിന്റെ പെരുമാറ്റവും എന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, നിങ്ങളിൽ ഒരാൾ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെയാണ് ഹബീബും പെരുമാറൽ. എന്നിട്ട് ആയിഷ ബീബി പറയുന്നു, ഇല്ലാ അന്നഹു കാന ലഹാകൻ ബസ്സാമ, പുണ്യനബിക്കൊരു പ്രത്യേകതയുണ്ട്, നിങ്ങളിൽ ഒരാൾക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്. കാന ലഹാകൻ വബസ്സാമ, പുണ്യനബി എപ്പോഴും പുഞ്ചിരി തൂകിയിട്ടായിരിക്കും. എപ്പോഴും വദനം കാണുന്ന ആളുകൾക്കൊക്കെ സന്തോഷമായിരിക്കും. അത്തരുണത്തിലുള്ള പെരുമാറ്റമായിരുന്നു. നിങ്ങളിൽ ഒരാൾക്കും ഇല്ലാത്ത പെരുമാറ്റമാണ്. ആ പെരുമാറ്റമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേറിട്ട് നിർത്തുന്നത്. എന്നിട്ട് പറയുന്നു, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, പുണ്യനബി വീട്ടിൽ തനിച്ചിരിക്കാറില്ല, വീട്ടുകാരിയുടെ എല്ലാ ജോലിയിലും കൂടെ കൂടാറുണ്ടായിരുന്നു. യഖ്സിഫുന അലഹു, പുണ്യനബിയുടെ വിശേഷണമായിട്ട് പറയുന്നു, തനിക്ക് വേണ്ടുന്ന ചെരുപ്പ് മണയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. വയർഖഉ സൗമഹു, കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങളെ തുന്നിപ്പിടിപ്പിക്കാറുണ്ടായിരുന്നു പുണ്യനബി. വയഖ്ദിമു നഫ്സഹു, എല്ലാ നിലക്കും പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സേവനം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ഫൈദാ ഹളറത്തിസ് സ്വലാ, നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്ക് ഖറജ ഇലസ് സ്വലാ, നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്ക് പുണ്യനബി നിസ്കാരത്തിനും പുറപ്പെടാറുണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കരുണയായിട്ടാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടത്. എല്ലാത്തിനും ചേതന അചേതന വസ്തുക്കൾക്കൊക്കെയും റഹ്മത്തായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിടയിലും ഒരു ചെറിയ വക്കാണം. ആയിഷ ബീവി പുണ്യനബിയോട് മിണ്ടാതിരിക്കുക, ചെറിയ എന്തോ കുശുംബ കാരണം. ആ സമയത്താണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിക്കുന്നത്, ആയിഷക്കിടയിലും എന്റെയും ഇടയിലുള്ള ഈ വണക്കം, ഈ പിണക്കം തീർക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് അടിസ്ഥാനത്തിൽ ആയിഷ ബീവി വിളിച്ചുകൊണ്ട് പുണ്യനബി ചോദിക്കുന്നുണ്ട്, فقال لها من ترلين بينك وبيني, നിന്റെയും എന്റെയും ഇടയിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു മധ്യസ്ഥനായിട്ട് നമുക്ക് ആരെ നിർണയിക്കാം? അത്തർലീന ബിഉമർ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിനക്കും എനിക്കും ഇടയിലുള്ള ഈ പ്രശ്നപരിഹാരത്തിന് ഒരു മധ്യസ്ഥനായിട്ട് വിളിച്ചുകൂടെ ആയിഷ? ഉമർ തങ്ങളെ വിളിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, ലാ അർലാ ഉമർ, ഉമർ തങ്ങളെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ഉമർ എന്റെ ഭാഗം നിന്ന് സംസാരിക്കില്ല. ഉമർ അങ്ങയോട് ഏറ്റവും അടുത്ത സുഹാബിയാണ്, അങ്ങയോട് ഏറ്റവും അടുത്തിടക്കുന്ന ഒരു കൂട്ടുകാരനാണെന്നിരിക്കെ ഉമറിനെ മധ്യവർത്തിയായിട്ട് വെക്കണ്ട. അതുകൊണ്ട് ഉമർ തങ്ങളെ നമുക്കിടയിലെ ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു മധ്യസ്ഥനായിട്ട് ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഉമർ പരുഷ സ്വഭാവക്കാരനാണ്. മിക്കവാറും എനിക്കും നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉമർ തങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും പ്രശ്നം പരിഹരിക്കപ്പെടൂല. കാരണം ഉമർ പരുഷ സ്വഭാവക്കാരനാണ്. നമുക്കറിയാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഉമർ തങ്ങൾ പറയാറുള്ളത്, ദഅനി യാ റസൂലല്ലാഹ് ഫഅദ്രിബു ഉനഖഹു, പെട്ടെന്ന് തീരുമാനം അറിയുന്ന ആളാണ്. ഇങ്ങോട്ട് വിട്ടുതരൂ റസൂലേ, ഞാൻ അദ്ദേഹത്തിന്റെ പിരട് വെട്ടിക്കളയാം. മറ്റൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഇഫ്കിന്റെ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്,
ആയിഷയെ കൂടാതെ എത്രയെത്ര സുന്ദരികളായ തരുണിമണികൾ ഈ മക്ക പ്രദേശത്തുണ്ട്. എന്തിനാ ആയിഷയുടെ കാര്യത്തിൽ അങ്ങ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെയുള്ള തീരുമാനം പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ആളാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഉമറിനെ നമുക്കിടയിൽ കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടി ഞാൻ തൃപ്തിപ്പെടുന്നില്ല. അന്നേരം റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തർലീന ബിഅബീക ബൈനി വബൈനക, നിനക്കും എനിക്കുമിടയിലുള്ള ഈ പ്രശ്നപരിഹാരത്തിന് നിന്റെ വാപ്പയെ, അതായത് നിന്റെ അമ്മോഷനെ നമുക്ക് വിളിച്ചു വരുത്തിയാലോ? മഹദിയായ ആയിഷയോട് ചോദിക്കുമ്പോ ആയിഷ ബീബി പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, അത് പറ്റും, എന്റെ ഉപ്പയെ നമുക്കിടയിലുള്ള പ്രശ്നപരിഹാരത്തിന് വിളിക്കാം. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളെ വിളിക്കുകയാണ്. ഫലമ്മാ ജാഅ ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തതകല്ലമീന അം അത്തകല്ലമു, ആയിഷ നീ സംസാരിച്ചു തുടങ്ങണോ അതല്ല ഞാൻ സംസാരിച്ചു തുടങ്ങണോ എന്ന് ആയിഷ ബിവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബിയോട് ആയിഷ ബിവി പറഞ്ഞു, തകല്ലം വലാ തഖുൽ ഇല്ലാ ഹത്താ, നബിയെ അങ്ങൊന്ന് സംസാരിച്ചു തുടങ്ങിയാലും പക്ഷേ ഒരു കാര്യമുണ്ട്, വലാ തഖുൽ ഇല്ലാ ഹത്താ, അങ്ങ് സത്യം മാത്രമേ പറയാവൂ, സംഭവിച്ചത് നമുക്കിടയിൽ ഉണ്ടായ കാര്യം മാത്രം സംസാരിച്ചാൽ മതി, അതിന് വിട്ടൊന്നും പറയണ്ട. ഫറഫഅ അബൂബക്കർ യദഹു ഫലതമ അൻഫഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ കയർത്തു സംസാരിച്ചതിന്, ഉച്ചത്തിൽ സംസാരിച്ചതിന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്തൊന്ന് അടിച്ചു. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് സഹിച്ചില്ല. ആയിഷ ബീവി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിൽ വന്ന് കൂട്ടിപ്പിടിച്ചു കരയാൻ തുടങ്ങി. ആയിഷ ബീവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രശ്നം പരിഹരിച്ച് മടങ്ങിയ ശേഷം ആയിഷയോട് തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്, ആയിഷ ഇപ്പം എങ്ങനെയുണ്ട്, നിനക്കും എനിക്കും ഇടയിലുള്ള പ്രശ്നം തീർന്നോ? നല്ല ഒരു ഭാര്യ, നല്ലൊരു ഭർത്താവ് എങ്ങനെയാകണം എന്ന ഒരു ചര്യയാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമായി കാണുന്നത്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വക്കാണം തീർക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ അമ്മോഷനെ വിളിച്ചുകൊണ്ട് വരുത്തിക്കൊണ്ട് ആയിഷ ബീവിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനമായി. വീണ്ടും ആയിഷയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഉപ്പ വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു പോയി, ഇപ്പം എങ്ങനെയുണ്ട് ആയിഷ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുശുമ്പ് അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. ലജ്ജയോടെ ആയിഷ ബീവി മറയിൽ ഒളിച്ചു എന്ന ചരിത്രം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്ന പരിഹാരത്തിന് പോലും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ആയിഷയുടെ അഭിപ്രായം പോലും സ്വീകരിച്ചിട്ടായിരുന്നു പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് മുൻകൈയെടുത്തത്. ഒരിക്കൽ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല الرسول ذات يوم على زوجته السيدة صفية بنت حيي, മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് സഫിയ ബീവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ലഹാ, സഫിയ ബീവി റളിയല്ലാഹു അൻഹയോട് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക്, സഫിയ അങ്ങൊന്ന് എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫഖാലത്ത്, സഫിയ ബീവി പറയുന്നു, സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹഫ്സത്തുൻ തഖൂൽ ഇന്നി ഇബ്നതു യഹൂദി, എന്നെ കളിയാക്കിക്കൊണ്ട് ഹഫ്സ ബീവി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാനൊരു യഹൂദിയുടെ മകളാണെന്ന് എന്നെ പലപ്പോഴും പറഞ്ഞ് കളിയാക്കാറുണ്ട്. അന്നേരം അല്ലാഹുവിന്റെ റസൂല് സഫിയയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഖൂലി ലഹാ സൗജി മുഹമ്മദ് വഅബി ഹാറൂൻ വഅമ്മി മൂസ. സഫിയ ബീവി റളിയല്ലാഹു അൻഹയോട് പുണ്യ റസൂലുള്ളാഹി തങ്ങളെ പറയുന്നു, നീ ഹഫ്സയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുക, സൗജി മുഹമ്മദ്, എന്റെ ഭർത്താവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, എന്റെ ഭർത്താവ് ലോകശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. വഅബി ഹാറൂൻ, എന്റെ പിതാവായിരിക്കുന്നത് ഹാറൂൻ എന്ന പ്രവാചകനാണ്. വഅമ്മി മൂസ,
എന്റെ അമ്മാവൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇക്കാര്യങ്ങളെ കൊണ്ടൊന്നും ഹഫ്സ ബീവിക്ക് പ്രൗഢി നടിക്കാൻ ഈ ദുനിയാവിലില്ല. അതുകൊണ്ട് ഹഫ്സയോട് ചെന്ന് പറയുക, സൗജി മുഹമ്മദ് വ അബീ ഹാറൂൻ വ അമ്മി മൂസാ. തന്റെ ഭാര്യമാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ വഷളാക്കുന്നതിന് പകരം നല്ല രൂപത്തിൽ അതിനെ പരിഹരിക്കുകയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പെണ്ണിന്റെ കാര്യത്തിൽ പുണ്യനബി അവസാന ദുആയിലും അവസാന ഹജ്ജത്തുൽ വിദാഇന്റെ ആ പ്രഭാഷണത്തിലും എഴുന്നേറ്റ് പറഞ്ഞത്, തൗസൂ ബിന്നിസാഇ ഖൈറാ. നിങ്ങൾ പെൺവർഗത്തോട്, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ വർത്തിക്കണേ എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് അഷ്റഫായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്തു. തന്റെ നാടും വീടും കുടുംബക്കാരെയും വിട്ടൊഴിഞ്ഞ് ഫലസ്തീനിലേക്ക് യാത്ര പോയി ബൈത്തുൽ മുഖദ്ദസ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സ അവിടെ ചെന്നിട്ട് ആ പള്ളിയും അവിടെ പരിസര പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയ മനുഷ്യൻ അവിടെ തങ്ങാൻ വേണ്ടി തീരുമാനം എടുത്തപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ പറഞ്ഞത്, കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളയ്യ മൻ യഖൂത്. കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളയ്യ മൻ യഖൂത്. അദ്ദേഹം ചെറിയ ഒരു സന്ദർശനത്തിന് ഫലസ്തീനിൽ വന്നതായിരുന്നു. ഫലസ്തീനെ കണ്ടപ്പോൾ തീരുമാനമെടുത്ത്, ഒരു മാസം കഴിഞ്ഞ് ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും. അത് കണ്ടപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലയായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അംർ അവിടെന്ന് പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളയ്യ മൻ യഖൂത്. ഈ ഒരു മാസം ഫലസ്തീനിൽ തങ്ങി അവിടുത്തെ മസാറുകളും അവിടുത്തെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളും സന്ദർശിച്ച് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ച ആളെ കണ്ടിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? നിങ്ങളുടെ ഉമ്മയുണ്ടോ, ഉപ്പയുണ്ടോ, കുട്ടികളുണ്ടോ? ഇവരെയൊക്കെ അവശേഷിച്ച് അവരെയൊക്കെ ബാക്കി നിർത്തിവിട്ടാണോ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഫലസ്തീനിലേക്ക് തിരിച്ചു പോന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളയ്യ മൻ യഖൂത്. ഒരു മനുഷ്യന് തിന്മയായിട്ട് മതി അയ്യുളയ്യ മൻ യഖൂത്, അവൻ ചിലവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടാക്കൽ എന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിൽ പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഹദീസാണിത്. 1-2 മാസം ജോലി ചെയ്തിട്ട് ഒരു പക്ഷേ ശമ്പളം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കരുതി നാട്ടിൽ തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും വേണ്ടുന്ന ചെലവ് കൊടുക്കാതെ ഗൾഫിലേക്ക് യാത്ര തിരിച്ചാൽ കഫാ ബിൽ മർഇ ഇസ്മ, അത് അവനിക്ക് കുറ്റമായി കിട്ടും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ അതിനൊക്കെ മുൻകരുതലായിട്ട് വേണം നമ്മളൊക്കെ ഗൾഫിലേക്കുള്ള പ്രയാണങ്ങളൊക്കെ. കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുളയ്യ മൻ യഖൂത്. നിങ്ങൾ ഒരു മാസത്തെ ഫലസ്തീൻ സന്ദർശനത്തിന് വരുമ്പോ നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് വേണം പോരാൻ. അതുകൊണ്ട് ഒരു മാസത്തെ സന്ദർശനം എന്നുള്ളത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ മടങ്ങണം എന്ന് എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന ഹദീസ്. നിങ്ങൾ പെൺവർഗത്തോട്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ചിലവ് കൊടുക്കേണ്ട വിഭാഗത്തോട് നല്ല രീതിയിലാകണേ എന്ന് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ വഫാത്തിന് മുന്നോടിയായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹദീസ്. അതുകൊണ്ട് അവർക്കുള്ള ചെലവ് കൊടുത്ത് ചെലവൊക്കെ ഒരുക്കിയിട്ട് വേണം നിങ്ങൾ രണ്ടാമത് ഫലസ്തീനിലേക്ക് തിരിച്ചു വന്നോ എന്ന് ഈ ആളോട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ പറഞ്ഞു. ഒരിക്കൽ സ്വഹാബാക്കൾ കൂടിയിരിക്കുന്ന സമയത്താണ് മറ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫറഅ അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിൽദിഹി വനശാതിഹി ഫഖാലു. ഒരിക്കൽ സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് നല്ല മസിൽ പവറുള്ള, നല്ല കാണാൻ ഭംഗിയുള്ള, നല്ല ശരീര ഭംഗിയുള്ള, പുഷ്ടിയുള്ള ഒരു യുവാവ് മുന്നിലൂടെ കടന്നു പോകുന്നത്. അന്നേരം സ്വഹാബാക്കൾ വളരെ അത്ഭുതത്തോടെ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്,
ഇത് അല്ലാഹുവിന്റെ വഴിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മസുലും അദ്ദേഹത്തിന്റെ ഈ ശരീര പുഷ്ടിയും ലാവണ്യവും ഇത് അല്ലാഹുവിന്റെ വഴിയായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ വഴിയെ ചെലവഴിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാ സ്വഹാബിമാരും ആഗ്രഹിച്ചു പോയി. അന്നേരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സുഗാറ വഹുവ ഫീ സബീലില്ലാഹ്. അവനെങ്ങാനും അവനിക്ക് ചെറിയ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് ചെലവ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രാമധ്യയാണെങ്കിൽ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ വഴിയാണ്. അതുകൊണ്ട് സ്വഹാബ നിങ്ങൾ ആക്ഷേപിക്കണ്ട, അവരെ ആക്ഷേപിച്ച് നിങ്ങൾ പരിഹസിക്കണ്ട. ലൗ കാന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മസിൽ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ ഇറങ്ങാമായിരുന്നു, ഇസ്ലാമിന് വിജയം കൊയ്യാമായിരുന്നു എന്നൊക്കെ സ്വഹാബാക്കൾ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറ ഫഹുവ ഫീ സബീലില്ലാഹ്. തനിക്കുണ്ടായ മക്കളുടെ കാര്യത്തിൽ അവർക്ക് ചിലവ് കൊടുക്കണമല്ലോ എന്നാലോചിച്ചുകൊണ്ട് യാത്ര തിരിച്ചതാണെങ്കിൽ ഗൾഫിലേക്ക് ആ ഒരു നിയ്യത്തോടു കൂടെ തന്റെ മക്കൾക്കുള്ള തങ്ങളുടെ മക്കളുടെ സ്കൂളിലേക്കുള്ള ഫീസ്, അവരുടെ സ്കൂളില് ബസ് ഫീസ്, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെലവ്, അവർക്ക് തിന്നാൻ കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ആലോചിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്നുവെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നിയ്യത്ത് വേണം. അങ്ങനെ തങ്ങളുടെ മക്കളുടെ മഈശത്ത് ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര തിരിച്ചവനാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്. വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ്. വാർദ്ധക്യ സഹജയായ അവസ്ഥയിൽ തന്റെ മാതാവും തന്റെ പിതാവും വീട്ടിലായിരിക്കുന്ന സമയത്ത് അവർക്ക് ചിലവ് കൊടുക്കണമല്ലോ, അവരെ പരിപാലിക്കണമല്ലോ എന്ന നിയ്യത്തോടുകൂടെ അവൻ യാത്ര തിരിച്ചതാണെങ്കിൽ, അവൻ ഗൾഫിലേക്കുള്ള പ്രയാണത്തിലാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ വഴിയിലാണെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തെ ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ശരീരം, അവനിക്ക് ഭർത്താവില്ല, മക്കളില്ല, ഭാര്യയില്ല, അവന് ഭാര്യയില്ല, മക്കളില്ല, അതുപോലെ ഉപ്പയില്ല, ഉമ്മയില്ല, സ്വയം ശരീരത്തിന്റെ രക്ഷാർത്ഥം അവൻ യാത്ര തിരിച്ചതാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, ആ വഴിക്കാണെങ്കിലും അവൻ അല്ലാഹുവിന്റെ വഴിയുള്ള പ്രയാണത്തിലാണെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അവന് വേറെ ആരുമില്ല, മക്കളില്ല, ഭാര്യയില്ല, അതുപോലെ തന്നെ ഉപ്പയില്ല, ഉമ്മയില്ല, കുടുംബക്കാരില്ല, അവൻ ചെലവ് കൊടുക്കേണ്ടവരായി ആരുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവൻ തന്റെ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി യാത്ര തിരിച്ചാലും ഫഹുവ ഫീ സബീലില്ലാഹ്. എന്നിട്ട് നാലാമതൊരു വിഭാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ, ആരെങ്കിലും ലോകമാന്യം കാണിക്കുന്നതിന് വേണ്ടി, നാലാളുകൾ കാണുന്നതിന് വേണ്ടി മസിൽ പവർ ഉണ്ടാക്കിയിട്ട് മസിൽ വീർപ്പിച്ചുകൊണ്ട് ഹാഫ് ബനിയനും ഇട്ടുകൊണ്ട് നാലാളുകൾ കാണുമാറ് സ്കൂള് വിടുന്ന സമയത്തും മറ്റുമൊക്കെ ഗേറ്റിന് മുമ്പിൽ പെൺകുട്ടികളെ കാണിക്കുന്ന രൂപത്തിൽ അവൻ മസിലുണ്ടാക്കിയാൽ, എന്തൊക്കെയോ ഭക്ഷണം കഴിച്ച് മസിൽ ധരിപ്പിച്ചാൽ ഈ ഒരു രൂപത്തിലാണെങ്കിൽ അവൻ ശൈത്വാന്റെ വഴിയിലാകൂ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മസിൽ പവർ ഉണ്ടാക്കുന്നത് തെറ്റല്ല, മറിച്ച് നാലാളുകൾ കാണുമാറ് ഇടുങ്ങിയ വസ്ത്രം കാണിച്ച് എന്നെ കണ്ടാൽ അവൻ നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല തണ്ടും തടിയുള്ള ആളാണ്, സ്ത്രീകൾക്കൊക്കെ ആകർഷണം തോന്നിക്കുന്ന രൂപത്തിലുള്ള ബനിയനും അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നാലാളുകൾക്ക് മുമ്പിൽ പ്രദർശിക്കുന്നുവെങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്വാൻ, അവൻ ശൈത്വാനിന്റെ വഴിയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാം ഒരുപാട് ചരിത്രം, ഹബീബായ തങ്ങൾ നല്ല ഒരു ഭർത്താവായി പുണ്യ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യമാർക്കിടയിൽ ജീവിച്ചു തീർത്തത്. ഐഷ ബീവി പറയാറുണ്ടായിരുന്നു, എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലെ തനിക്കൊപ്പം ജോലിയിൽ പങ്കുകൊള്ളാറുണ്ടായിരുന്നു.
എല്ലാ കാര്യത്തിലും ആയിഷ ബീവി പറയുന്നു നല്ല ഒരു റൊമാൻസിന് ഏറ്റവും നല്ല ഭർത്താവായിട്ട് പുണ്യനബിയെ കാണുന്നു. ആയിഷ ബീവി പറയാറുണ്ടായിരുന്നു, ഞാനെങ്ങാനും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചാൽ പുണ്യനബി ഓടി വന്നിട്ട് ആയിഷ ബീവി പറയുകയാണ്, ഞാൻ എവിടെയാണോ എന്റെ ചുണ്ട് വെച്ച് വെള്ളം കുടിച്ചത് ആ ഭാഗം നോക്കിയിട്ട് ഈർപ്പം കാണുന്നത് എവിടെയാണോ ആയിഷ ബീവിയുടെ പക്കൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗ്ലാസ് വാങ്ങിയിട്ട് ഹബീബായ തങ്ങൾ ആയിഷ ബീവി ചുണ്ട് വെച്ച അതേ ഭാഗത്ത് തന്റെ ചുണ്ട് ചേർത്തുകൊണ്ട് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ വെള്ളം കുടിക്കാറുണ്ടായിരുന്നുവെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. അത്രത്തോളം പുണ്യ റസൂലുള്ളാഹി തങ്ങൾ നല്ല ഒരു റൊമാൻസ് തന്റെ ജീവിതത്തിൽ ഭാര്യമാരോട് പുലർത്തിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറുന്ന സമയത്ത് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറയും, എന്നെയും ഒന്ന് കുളിപ്പിച്ചു തരുമെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും പലവുര ഇങ്ങനെ കുളിപ്പിക്കാറുണ്ടായിരുന്നു സ്നേഹത്തിന് വേണ്ടിയിട്ട്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്ക് എടുത്തു പറയാനാകും. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ നല്ല ഒരു പിതാവ് കൂടിയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിച്ചു. അതുപോലെ തന്നെ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഒരു പിതാവായിട്ടും തന്റെ കുടുംബത്തിൽ ചമഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളോട് ഏറ്റവും റഹ്മത്തുള്ളവരായിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ എല്ലാ വിഭാഗം ആളുകളിലേക്കും റഹ്മത്തായിട്ടാണ് അവിടുന്ന് ആഗമനം. എത്രത്തോളം ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്ത് കാണിച്ചു, കരുണ കാണിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. പുണ്യ നബിയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് തൊഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണേ നബിയേ, എന്നെ ശുദ്ധീകരിക്കണേ നബിയേ, എന്നെ ശുദ്ധീകരിക്കണേ നബിയേ. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്ന് പരാതിപ്പെട്ട പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് പെണ്ണേ, എന്താണ് പെണ്ണേ അവിടെ നിന്ന് സംഭവിച്ചത്? അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, ഞാൻ ഇന്നാലിന്ന ആളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു, ആ ബന്ധത്തിൽ എനിക്കൊരു കുഞ്ഞു ജനിക്കാനിരിക്കുന്നു. ഞാനൊരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കാനിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് തൊഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. എങ്ങനെ ശുദ്ധീകരിക്കുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പം നീ തിരിച്ചു പോ, കുറച്ച് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു. ഒരാളെ ജാമ്യത്തിൽ നിർത്തി, അൻസാരിയായ ഒരാളെ ജാമ്യത്തിൽ നിർത്തി. അങ്ങനെ പെണ്ണ് പ്രസവിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പോഴും പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഈ ജാരസന്തതിയുടെ കാര്യത്തിൽ ഹബീബായ തങ്ങൾ കാണിച്ച റഹ്മത്ത്. റസൂലുള്ളാഹി തങ്ങൾ പെണ്ണിനോട് ചോദിച്ചു, ഈ കുട്ടിക്ക് വേണ്ടുന്ന 2 വർഷം കൊടുക്കേണ്ടുന്ന പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, മുല കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അൻസാരിയായ ആളെ പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ഗർഭത്തിലായിരിക്കുന്ന ഈ പെണ്ണിനെ കല്ലെറിയുന്നതിന് പകരം പ്രസവിക്കാനിരിക്കുന്ന കാലതാമസം കൊടുത്തു. അങ്ങനെ പെണ്ണ് വന്നപ്പോഴാണ് മഹാനായ പ്രവാചകർ തങ്ങൾ ആ പെണ്ണിനെ കല്ലെറിയാൻ വേണ്ടി പറയുന്നത്. ഗർഭത്തിലിരിക്കുന്ന ജാരസന്തതിക്ക് പോലും അല്ലാഹുവിന്റെ റസൂല് റഹ്മത്തായിട്ടാണ് നിയോഗിതനായത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജനിച്ച സമയം മുതലേ ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് പല ആളുകളും വന്നിട്ട് ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് മധുരം പുരട്ടാൻ വേണ്ടിയിട്ട്, മന്ത്രി ചൂതി കൊടുക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും വരാറുണ്ടായിരുന്നു. ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുത്താ ബിസ്സുബിയാനി ഫയുഹന്നികുഹും വയുബർരികു അലൈഹിം. പുണ്യനബിയുടെ അടുക്കലേക്ക് ജനിച്ചു വീണ കുഞ്ഞുങ്ങളുമായിട്ട് അൻസാരിയായ പെണ്ണുങ്ങൾ ഓടി വരാറുണ്ടായിരുന്നു. പുണ്യനബി ബർക്കത്തിന് എന്തെങ്കിലും വായിലേക്ക് വെച്ചു കൊടുക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം.
ഒരിക്കൽ ഫബാല ഫീ ഹിജ്രിഹി സബിയുൻ, ഒരു കുഞ്ഞ് ഹബീബിന്റെ മടിയിൽ മൂത്രമൊഴിക്കുകയുണ്ടായി. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങൾ വെള്ളം തെളിച്ചു. ആ വെള്ളം തെളിച്ചുകൊണ്ട് അശുദ്ധിയായ ഭാഗം ശുദ്ധീകരിച്ചു എന്ന് റവാഹുൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയതിന് ഒരുപാട് തെളിവുകൾ ധരിക്കാനുണ്ട്. ഏതോ ഒരു പെണ്ണ് തനിക്കുണ്ടായ കുഞ്ഞിനെ തന്റെ കുഞ്ഞല്ലെന്ന് തന്നോട് ചേർത്തി പറയാൻ മടി കാണിച്ചപ്പോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അയ്യുമംറഅത്തിൻ അദ്ഖലത് അലാ ഖൗമി മൻ ലൈസ മിൻഹും, ഏതൊരു പെണ്ണാണോ തനിക്കുണ്ടായ കുഞ്ഞ് വികലാംഗനായതിന്റെ പേരിൽ, തനിക്കുണ്ടായ കുഞ്ഞ് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ തന്നിലേക്ക് ചേർത്തി പറയാൻ മടി കാണിച്ചുവോ, ഷോപ്പിങ്ങിന് പോകുമ്പോ തന്റെ കുഞ്ഞാണെന്ന് പറയാൻ മടി കാണിക്കുക, എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടായതിന്റെ പേരിൽ ഇതെന്റെ കുട്ടിയാണെന്ന് നാലാളുകൾക്ക് മുമ്പിൽ പറയാൻ മടി കാണിച്ചുവോ, അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഫലൈസത മിനല്ലാഹി ഫീ ഷൈഇൻ, ആ പെണ്ണിനെ അല്ലാഹുവിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് മാത്രമല്ല, വലയുദ്ഖിലഹല്ലാഹു ജന്നതഹു. ഒരുപാട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അംഗവൈകല്യം പിന്നെ അംഗവൈകല്യം ഉണ്ടായതിന്റെ പേരിൽ ഇതെന്റെ മകനാണ്, ഇതെന്റെ മകളാണ് എന്ന് പറയാൻ മടി കാണിക്കുന്നുവോ, ഫലയുദ്ഖിലഹല്ലാഹു ജന്നതഹു, അവനെ സ്വർഗ്ഗപ്രവേശം അവനിക്ക് അനുവദിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വയ്യുമാ റജുലിൻ, ഏതൊരാളാണോ ജഹദ വലദഹു, തനിക്കുണ്ടായ കുഞ്ഞ് തന്റെ മകനല്ല എന്ന് പറയുന്നുവെങ്കിൽ വഹുവ യൻദുറു ഇലൈഹി, ആ മകൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതെന്റെ മകനല്ലെന്ന് ആര് പറയുന്നുവോ, അങ്ങനെ പറയുന്നുവെങ്കിൽ ഇഹ്തജബല്ലാഹു മിൻഹു, അല്ലാഹു സ്വർഗ്ഗം അവനിൽ നിന്ന് മറച്ചു വെക്കുമത്രേ. എന്നു മാത്രമല്ല വഫലഹു അലാ റഊസിൽ അവ്വലീന വൽ ആഖരീൻ, മുൻകാലക്കാർക്കിടയിലും പിൻകാലക്കാർക്കിടയിലും വെച്ച് അവനെ വഷളാക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളും സ്വലാത്ത് ചെല്ലുന്നില്ലേ, ഉറങ്ങിപ്പോയോ? പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തനിക്കുണ്ടായ മക്കളെ അത് തന്റേതെന്ന് പറയാൻ മടിക്കുന്നവനാരോ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനിക്ക് സ്വർഗം മറച്ചു വെക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല പെണ്ണാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിച്ചു. അന്നേരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൈറു നിസാഇൻ റകിബ്ന خير نساء ركبنا الإبل نساء قريش أحناه على ولد في صغره. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഏറ്റവും നല്ല പെണ്ണാരെന്ന ചോദ്യത്തിന് ഹബീബായ തങ്ങൾ മറുപടി പറയുന്നു, അഹ്നാഹു അലാ വലദിൻ ഫീ സുഗരിഹി, ചെറുപ്പത്തിലായിരിക്കുമ്പോ തന്റെ മക്കളോട് ഏറ്റവും ഹനീനായിട്ട് ഏറ്റവും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്നവരാരോ അവരാണ് ഒട്ടകം കയറിയവരിൽ വെച്ച് ഏറ്റവും നല്ല പെണ്ണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅർആഹു അലാ സൗജിൻ ഫീ ദാതി യദിഹി. ഏറ്റവും നല്ല പെണ്ണെന്നുള്ളത് നല്ല മക്കൾ, ആ മക്കളെ ഏറ്റവും ഹനീനായിട്ട് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളിൽ സഹനശീലതയുള്ള ഒരു പെണ്ണായിട്ട് അവരുടെ കാര്യത്തിൽ ക്ഷമയോടെ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന പെണ്ണാരാണോ അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. എന്നു മാത്രമല്ല ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാരോ അവരാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മക്കളെ കാര്യത്തിലാണ്, മക്കളെ കാര്യത്തിൽ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കാൻ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന ഹിന്ദ ബിൻത് ഉത്ബയുടെ മകളായിട്ടുള്ള ഹിന്ദ് എന്നവർ വന്നിട്ട് ഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബാ സുഫിയാന റജുലുൻ ഷഹീഹ്,
എന്റെ ഭർത്താവായിരിക്കുന്ന അബൂ സുഫിയാൻ ഉണ്ടല്ലോ, അവർ പിശുക്കനാണ് അബൂ സുഫിയാൻ. എന്റെ കാര്യത്തിൽ, എന്റെ മക്കളുടെ കാര്യത്തിൽ വേണ്ടുന്ന സഹായങ്ങൾ നൽകാതെ, കാശു തരാതെ എന്നെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. റജുലുൻ ഷഹീ വലൈസ യുഅ്തീനി മാ യക്ഫീനി വവലദീ. എനിക്കും എന്റെ മക്കൾക്കും വേണ്ടുന്ന കാശു തരാതെ പിശുക്ക് കാണിക്കാറാണ് എന്റെ ഭർത്താവ്. അതുകൊണ്ട് നബിയേ, ഇല്ലാമാ അഖത്തു മിൻഹു, ഞാൻ കുറച്ചൊക്കെ എന്റെ ഭർത്താവായിരിക്കുന്ന അബൂ സുഫിയാന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാറുണ്ട്. വഹുവലാ യഅലം, എന്നാൽ എന്റെ ഭർത്താവ് അറിയാറില്ല. അത് കുറ്റമാകുമോ നബിയേ? എന്റെ ഭർത്താവ് അറിയാതെ എനിക്കും എന്റെ മക്കൾക്കും വേണ്ടുന്ന കാശെടുക്കാറുണ്ട് എന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന്. അത് കുറ്റമാകുമോ നബിയേ? നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുദീ മാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്. ഓവറായിട്ട് എടുക്കണ്ട, നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടുന്ന ചെലവിന് ഭാഗമായിട്ടുള്ളത് നിന്റെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് നിനക്ക് എടുക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വീട്ടിൽ കലഹമുണ്ടാക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ആരും സ്വീകരിക്കരുത്. ഇന്നത് കേട്ടിട്ട് പ്രിയപ്പെട്ട ഭാര്യമാരൊക്കെ ചെന്നിട്ട് ഭർത്താക്കന്മാരെ മോഷ്ടിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിലേ സാമ്പത്തിക പ്രതിസന്ധി. ഇതൊക്കെ കണ്ടിട്ട് ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് 2000 500 മോഷ്ടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ത്വലാഖിലേക്ക് എത്തിച്ചേർക്കും. അപ്പൊ അങ്ങനെയല്ല, ഷഹീഹായിട്ടുള്ള പിശുക്കനായിട്ടുള്ള തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ആ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാൻ അനുമതി ചോദിച്ചപ്പോ ആവശ്യത്തിന് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടുന്നത് നിനക്കെടുക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു മാതൃകാ പുരുഷനായിരുന്നു, നല്ലൊരു പിതാവായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അത്തത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ മഅഹാ സബിയ്യാൻ, ഒരു പെണ്ണങ്ങ് കടന്നു വന്നു. ആ പെണ്ണിന്റെ രണ്ട് ഭാഗത്ത് ഇംറഅത്തുൻ മഅഹാ സബിയ്യാൻ, രണ്ട് മക്കളുണ്ട് ആ പെണ്ണിനോട് കൂടെ. ഖദ് ഹമലത് അഹദഹുമാ, അതിൽ ഒരുവനെ ചുമലെടുത്തിട്ടുണ്ട്. വഹിയ തഖൂബുൽ ആഖർ, ഒരാളെ ചുമലിലേറ്റിയിട്ടുണ്ട്, മറ്റൊരാളെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, ഗർഭവതിയായ പെണ്ണ്, തനിക്കുണ്ടായ 2 മക്കള്, ആ മക്കളിൽ ഒരു പെണ്ണിനെ കൈപിടിച്ചിരിക്കുന്നു, മറ്റൊരു മകളെ അതല്ലെങ്കിൽ മകനെ തോളിൽ എടുത്തുയർത്തിയിരിക്കുന്നു. നേരം ഹബീബ് പറഞ്ഞു, ഹാമിലാത്തുൻ വാലിദാത്തുൻ റഹീമാ لولا ما يأتين إلى أزواجهن دخل مسلياتهن الجنة. പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഗർഭവതിയായ പെണ്ണുങ്ങൾ, അതുപോലെ മാതാവായിരിക്കുന്ന പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ റഹീമാത്ത്, മക്കളോട് ഏറ്റവും നല്ല കരുണയിൽ വർത്തിക്കുന്ന പെണ്ണുങ്ങൾ, ഈ 3 വിശേഷണം, നല്ല കരുണയുള്ളവളാവുക, മാതാവാവുക, അതുപോലെ തന്നെ ഗർഭവതിയാവുക, 3 വിശേഷണങ്ങൾ പെണ്ണുങ്ങളിലേക്ക് ചേർത്തപ്പെട്ടിട്ടില്ല എങ്കിൽ പെണ്ണ് നിസ്കരിച്ചാൽ മാത്രം മതി സ്വർഗത്തിൽ പോകാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണായി എന്ന കാരണം കൊണ്ട് അവർ റഹീമത്താകണം, അതുപോലെ തന്നെ വാലിദത്താകണം, അതുപോലെ ഹാമിലത്താകണം. ഈ 3 വിശേഷണങ്ങളിൽ അവളിൽ സന്നിവേശിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് ഈ 3 വിശേഷണങ്ങൾക്കപ്പുറം അവൾ നിസ്കാരക്കാരി ആയി തീർന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് കാരണമായിട്ട് അവൾക്ക് സ്വർഗപ്രവേശം കിട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹബീബിനെ കുറിച്ചാണ് വേണ്ടാത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഹബീബാണ് റഹ്മത്തായിട്ട് ഇറക്കപ്പെട്ട ഈ ഹബീബിനെ കുറിച്ചാണ് കരുണയില്ലാത്തവൻ എന്ന് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച മനുഷ്യനാണ്. ജീവിക്കുന്ന കാലത്ത് തന്റെ ഒരു മകളല്ലാത്ത മുഴുവൻ മക്കളും അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്.
പലപ്പോഴും പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞു വരുന്ന വേളയിലാണ് തന്റെ മകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരിക്കുന്ന റുഖിയ റളിയല്ലാഹു അൻഹ വഫാത്തായി എന്ന വിവരം അറിയുന്നത്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഭാഗത്ത് സന്തോഷമുണ്ടാവുകയും മറ്റൊരു ഭാഗത്ത് ആ സന്തോഷത്തെ മറികടത്തുന്ന അതല്ലെങ്കിൽ അതിജയിക്കുന്ന രൂപത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും റഹീമത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പേരക്കിടാവ് മരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. 2 വയസ്സ് പ്രായമുള്ള തന്റെ മകൻ ഇബ്രാഹിം എന്ന സന്തതി മരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ റസൂലിന്റെ സമീപത്ത് കൂടിയ സഹാബാക്കൾ ചോദിക്കുന്നത്, നബിയേ അങ്ങും കരയുകയാണോ? നബിയോട് ചോദിക്കുന്നു, നബിയെ അങ്ങല്ലേ പറഞ്ഞത് മയ്യത്തിനടുക്കൽ വെച്ച് കരയല്ലേ എന്ന് പറഞ്ഞത്? അങ്ങാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അങ്ങയുടെ ഇബ്രാഹിം മരിച്ചപ്പോ കരയുകയാണോ? അന്നേരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഇബ്രാഹിമേ നിന്റെ വിയോഗത്തിൽ ഞങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മക്കളുടെ വിയോഗത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നീതി കാണിക്കണമെന്ന് പഠിപ്പിച്ച നല്ലൊരു പിതാവായിരുന്നു പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്കിടയിൽ നീതി കാണിക്കണം എന്ന് ലോകത്തോട് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അംർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു യഖൂലു കുൻതു ഗുലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ നല്ല സംസ്കാരം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ആരിലൂടെയാണ് പഠിപ്പിക്കുന്നത്? അംർ ഇബ്നു അബീ സലമ അദ്ദേഹം പറയുന്നു, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് പുണ്യ റസൂലുള്ളാഹി തങ്ങളോടൊത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വകാനത്ത് യദി തതീഷു ഫീ സഫ്ഹ. ആ സുപ്രയിൽ എങ്ങനെ ഭക്ഷണം പരതാൻ വേണ്ടിയിട്ട് എന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പരവുകയായിരുന്നു. ആ സമയത്താണ് ഫഖാല ലീ റസൂലുള്ളാഹ്, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യാ ഗുലാം സമ്മില്ലാഹ്, കുട്ടിയെ നീ ബിസ്മി ചൊല്ലി തുടങ്ങണേ. വകുൽ ബിയമീനിക്, നിന്റെ വലത്തെ കരം ഉപയോഗപ്പെടുത്തി ഭക്ഷണം കഴിക്കണേ. വകുൽ മിമ്മാ യലീക്, ഭക്ഷണപാത്രത്തിൽ നിന്ന് തന്റെ കൈയിനോട് അടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ അടുത്തിരുത്തിക്കൊണ്ട് സംസ്കാരം പഠിപ്പിക്കുമായിരുന്നു. നമുക്കൊക്കെ ജീവിതത്തിൽ പാഠമാകണം. പിതാവ് ഒരു സമയത്ത് ഭക്ഷണം കഴിക്കും, മാതാവ് മറ്റൊരു സമയത്ത്. കുട്ടിക്ക് 6 മണിയാകുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കും, ഇശാബാങ്കാകുമ്പോഴേക്ക് കുട്ടി ഉറങ്ങിയിരിക്കും. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന മര്യാദ എങ്ങനെയാണെന്നും അറിയില്ല. അങ്ങനെ നല്ലൊരു സംസ്കാരം പഠിപ്പിക്കണം നന്നേ ചെറുപ്പത്തിൽ എന്ന് പഠിപ്പിച്ചു പിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് ഒരുപാട് പരിപാടികൾ ഇവിടെ തീർക്കാനുണ്ട്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മക്കൾക്കിടയിൽ നീതി കാണിക്കണേ. സമ്മാനം കൊടുക്കുമ്പോഴും ഒരു ഹദിയ കൊടുക്കുമ്പോഴും മക്കൾക്കിടയിൽ നീതി കാണിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംറതങ്ങൾ പറയുന്നു, സമിഅ്തു നുഅ്മാൻ ഇബ്നു ബശീർ എന്നവരെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യഖൂൽ അഅ്താനി അബി അതിയ, എന്റെ പിതാവ് എനിക്കൊരു സമ്മാനം തന്നു. ഫഖാലത്ത് അംറ ബിൻതു റവാഹ, എന്റെ ഉമ്മച്ചി എന്റെ പിതാവിനോട് പറഞ്ഞു, ലാ അർലാ ഹത്താ തുഷ്ഹിദ റസൂലല്ലാഹ്, അങ്ങ് റസൂലിനെ കണ്ട് തിരിച്ചു വന്നിട്ട് വേണം എന്റെ മകനിക്ക് നിങ്ങൾ ഹദിയ കൊടുക്കാൻ, അല്ലാതെ എന്റെ മകനിക്ക് നിങ്ങൾ സംഭാവന കൊടുക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ എന്റെ പിതാവ് റസൂലിനെ സമീപിക്കാൻ ചെന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഇന്നി അഅതൈതു ഇബ്നീ അംറ ബിൻതി റവാഹ അത്തിയ, എനിക്ക് അംറ
അംറയിലുണ്ടായ കുട്ടിക്ക് ഞാൻ ഒരു സമ്മാനം കൊടുത്തു. പക്ഷെ അംറ എന്നവരുണ്ടല്ലോ, ആ സംഭാവന കിട്ടിയപ്പോഴേക്ക് എന്റെ മകന് ആ സംഭാവന വേണ്ടെന്ന് പറഞ്ഞു തിരസ്കരിക്കുകയാണ്. നിങ്ങളെ കണ്ടിട്ട് മതി ആ സംഭാവന സമ്മാനം കൊടുക്കാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ കാണാൻ വന്നതാണ്. അന്നേരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മറ്റു ഭാര്യമാരിലും മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും ഇതുപോലെ സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഒരുപാട് ഭാര്യമാരുണ്ട്, ആ ഭാര്യമാരിലുള്ള മക്കൾക്കൊക്കെയും നിങ്ങൾ ഇങ്ങനെ സംഭാവന കൊടുത്തിട്ടുണ്ടോ, സമ്മാനം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ലാ, ഞാൻ കൊടുത്തിട്ടില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചോ. ഫത്തഖുല്ലാഹ വഅദിലൂ ബൈന ഔലാദികും. അതുകൊണ്ട് രക്ഷിതാക്കളെ മക്കൾക്ക് സംഭാവന കൊടുക്കുമ്പോ, സമ്മാനം കൊടുക്കുന്ന സമയത്ത് വഅദിലൂ ബൈന ഔലാദികും, നിങ്ങൾ മക്കൾക്കിടയിൽ നീതി കാണിക്കണേ. എന്തിനു വേണ്ടി? ഫഖാല ഫറദ്അതിയതഹു, ആ മകനിക്ക് കൊടുത്ത സംഭാവന പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു വാങ്ങിയെന്നാണ്. മക്കൾക്ക്, നമ്മുടെ 6 മക്കളുണ്ടെങ്കിൽ ആ 6 മക്കൾക്കും തുല്യമായ രീതിയിലാണ് നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അതിൽ ഏറ്റവും വ്യത്യാസം കാണിച്ചാൽ ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രക്കധികം നമ്മെ സ്നേഹിച്ച് ഇവിടത്തോട്, ഈ ലോകത്തോട് വഫാത്തായി പോയ ഹബീബിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള, അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മജ്ലിസുകളായി തീരണം. ഈ മജ്ലിസുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ആലോചിക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിച്ച് വഫാത്തായി പോയ സ്വഹാബാക്കളുടെ ചരിത്രം. മഹാനായ അംർ ഇബ്നു അൽ-ആസ് തങ്ങൾ, ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന അംർ ഇബ്നു അൽ-ആസ് തങ്ങൾ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ വന്നിട്ട് അംർ ഇബ്നു അൽ-ആസ് തങ്ങളോട് പറയുന്നുണ്ട്, യാ അംർ ഇബ്നു അൽ-ആസ്, നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങളുടെ പ്രദേശത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തുവിന്റെ സ്തൂപത്തിനെ ആരോ അംഗവിച്ഛേദം നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ രൂപത്തിന് എന്തോ ഭംഗം വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുസ്ലിമീങ്ങളല്ലാതെ ഇത് മറ്റാരും ചെയ്യാൻ വഴിയില്ല. അതുകൊണ്ട് നീതി കാണിക്കണേ, നീതി കാണിക്കണേ. ലോകത്തിന്റെ നേതാവേ, ഈജിപ്തിന്റെ നേതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ മഹാനായ അംർ ഇബ്നു അൽ-ആസ് തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അന്നേരം അംർ ഇബ്നു അൽ-ആസ് തങ്ങൾക്ക് ബോധ്യമാണ്, എന്റെ കീഴിലുള്ള ഒരു മുസ്ലിമൻ തന്നെ ഈ ക്രിസ്ത്യാനിയുടെ ഈ പ്രശ്നങ്ങൾക്ക് വഴിതിരിച്ചത് ഒരു മുസ്ലിമും ഇങ്ങനെ ചെയ്യുകയില്ല. യേശുവിന്റെ ഈ രൂപത്തെ ആരെങ്കിലും അംഗവിച്ഛേദം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമായിരിക്കുകയില്ല എന്ന് ബോധ്യമുള്ള മഹാനായ അംർ ഇബ്നു അൽ-ആസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കതിന് പരിഹാരമായിട്ട് എന്ത് വേണം? എന്താണ് പരിഹാരമായിട്ട് വേണ്ടത്? അന്നേരം അംർ ഇബ്നു അൽ-ആസ് തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങ് തന്നെ പരിഹാരം നിർദ്ദേശിച്ചാലും. അംർ ഇബ്നു അൽ-ആസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു മൂക്ക് നഷ്ടപ്പെട്ടതിന് നല്ല കല്ലുകൊണ്ട് രൂപം ചെയ്യപ്പെട്ട ഒരു മൂക്ക് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അതിവിടെ സ്ഥാപിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് പരിഹാരമാകുമോ? അംർ ഇബ്നു അൽ-ആസ് തങ്ങളോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് പരിഹാരമാകൂല. അംർ ഇബ്നു അൽ-ആസ് തങ്ങളോട് വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് മറിച്ച് മറ്റൊരു പരിഹാരമാണ് വേണ്ടത്. അംർ ഇബ്നു അൽ-ആസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കതിന് പകരമായിട്ട്, ആ സ്തൂപത്തിന് പകരമായിട്ട് നല്ല ഒരു കല്ലുകൊണ്ട് മറ്റൊരു രൂപം പണി കഴിപ്പിച്ചു തരട്ടെയോ? അംർ ഇബ്നു അൽ-ആസ് തങ്ങളോട് പറഞ്ഞു, അതും ഞങ്ങൾക്ക് വേണ്ട. അന്നേരം അംർ ഇബ്നു അൽ-ആസ് തങ്ങളോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് പരിഹാരം എന്താണ് വേണ്ടത്? ആ സമയത്ത് അംർ ഇബ്നു അൽ-ആസ് തങ്ങളോട് ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയാൻ തുടങ്ങി, ഞങ്ങൾക്കൊരു പരിഹാരം മതി. ഞങ്ങൾ നിർദ്ദേശിക്കുന്ന പരിഹാരം, മക്കയിൽ ജീവിച്ച് വഫാത്തായി പോയ നിങ്ങളുടെ നായകനുണ്ടല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദിന്റെ ഒരു സ്തൂപം ഞങ്ങൾ തയ്യാർ ചെയ്യും. ആ സ്തൂപം ഞങ്ങൾ കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് 4 ആളുകൾ കാണുമാറ് വെട്ടി നുറുക്കും. അതിന് ഞങ്ങൾക്ക് അനുമതി തരണം. മഹാനായ അംർ ഇബ്നു അൽ-ആസ് തങ്ങൾ ചാടിയെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അത്തരുണത്തിൽ നിങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ ഞാൻ ഇവിടെ ഖലീഫയായിട്ട് പോലും, ഞാൻ ഇവിടെ ഖലീഫയായി എന്നത് മറിച്ച് ഞാൻ ഈ ഈജിപ്തിന്റെ
മൂലയിലെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും അതിന് എനിക്ക് റൂഹുള്ള കാലത്തോളം ഞാൻ അനുമതി തരുകയില്ല എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങൾ. ഇതിന് ഞാൻ ഖലീഫയായിട്ട് വേണ്ട, മറിച്ച് ഞാൻ ഒരു സാധാരണക്കാരൻ ആണെങ്കിൽ പോലും ഞാൻ അതിന് അനുമതി തരുകയില്ല എന്ന് അംർ ഇബ്നുൽ ആസ് തങ്ങൾ. അങ്ങനെ അവസാനം ഇതിന് പരിഹാരം നിർദ്ദേശിക്കണമല്ലോ എന്ന് കരുതിയപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗവിച്ഛേദം നടത്തുന്നതിന് ഞാൻ അനുമതി തരൂല, മറിച്ച് നിങ്ങൾക്ക് അംഗവിച്ഛേദം നടത്തുന്നതിന് വേണ്ടി ഒരു ജീവനുള്ള ശരീരത്തെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, അതിനെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോ. ഇത് കേൾക്കുമ്പോഴാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ മുമ്പിൽ മതി, ജീവനുള്ള ആളെ വിട്ടാൽ മതി, ഞങ്ങൾ കമ്പോളത്തിൽ വെച്ച് അദ്ദേഹത്തെ അരിഞ്ഞ് വെട്ടി നുറുക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആരായിരിക്കണം ആ മനുഷ്യൻ? ആരായിരിക്കണം? ഏതെങ്കിലും മൂലയിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനായ പറ്റൂല, മറിച്ച് ഈ നാട്ടിൽ 4 ആളുകൾ അറിയുന്ന രൂപത്തിലുള്ള ഒരാളായിത്തീരണം. അന്നേരം മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, എന്നാ ഞാൻ തന്നെ പോരാം. അങ്ങനെ മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങള് ആ ആളുകളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് കമ്പോളത്തിലേക്ക് തന്നെ ബലിയെറുക്കുന്നതിന് വേണ്ടി സമ്മതം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പുണ്യനബി വഫാത്തായി പോയിട്ടിട്ട് കാലം കുറയായി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് കാലം കുറെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞത്, എന്റെ ഹബീബിന്റെ സ്തൂപം പോയിട്ട് ചിത്രം വരയ്ക്കുന്നത് പോലും ഞാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രിയപ്പെട്ട സംഘാടകര്, നിങ്ങൾക്കിടയിലേക്ക് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. SKSSFന്റെ പേരിൽ ഈ സംഘടിപ്പിച്ച പരിപാടി ഒരുപാട് ചെലവുണ്ട്. സ്പെഷ്യൽ നൈറ്റിന്റെ പരിപാടി, അതുപോലെ ദഫ് പ്രോഗ്രാം, ഇവർക്കൊക്കെ ഒരുപാട് കാശ് കൊടുക്കണം. ഈ സജ്ജീകരണത്തിനൊക്കെ ഒരുപാട് ചെലവുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് പ്രതിസന്ധിയിലാണ് എല്ലാവരും എന്നറിയാം. പക്ഷെ ഹബീബിനോടുള്ള പ്രേമം കാരണമായിട്ട് നല്ല ഒരു സംഖ്യ ഇനിയും അവർക്ക് ഇവിടെ ഈ കാശുകളും മറ്റൊക്കെ പിരിഞ്ഞു കിട്ടിയാലേ കടങ്ങളില്ലാതെ കഴിച്ചിലാകാൻ പറ്റൂ. അപ്പൊ എല്ലാ നിലക്കും നിങ്ങൾ സഹകരിക്കുക, നല്ല തുക നിക്ഷേപിക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ആ കമ്പോളത്തിലേക്ക് അവർക്ക് അവരുടെ മൂക്ക് വിച്ഛേദിക്കപ്പെടാനുള്ള പാകത്തിൽ അവർ പോവുകയാണ്. അങ്ങനെ അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചെന്നു. അങ്ങനെ കമ്പോളത്തിൽ വെച്ചുകൊണ്ട് ഈ അംർ ഇബ്നുൽ ആസ് തങ്ങളെ അറുക്കാൻ വേണ്ടി ആരാചാരം മുന്നോട്ട് വരുന്നു. ജീവനുള്ള ഈജിപ്തിന്റെ നേതാവ് ഈ ഈജിപ്തിന്റെ നേതാവിനെ അറുക്കാൻ വേണ്ടി വാളെടുത്ത് മുന്നോട്ട് വന്നു. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് വരുമ്പോഴാണ് അവസാനം വാള് വീശുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് ഊർന്നു വീണു. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മതത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. അങ്ങനെ പുണ്യദീനിന്റെ കവാടത്തിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണം പുണ്യനബി വഫാത്തായിട്ടും വർഷങ്ങൾക്കപ്പുറവും ഈ ഹബീബിനോടുള്ള സ്നേഹപ്രകടനമാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് തങ്ങളിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ട് ഉപ്പ, നിങ്ങളോട് പറയാനുള്ളത്, ഹബീബായ തങ്ങൾ അവസാന നിമിഷത്തിൽ പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖറ, ഞാൻ അവർക്ക് ദാരിദ്ര്യം കുമിഞ്ഞുകൂടുന്നതിന് ഞാൻ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അൻ തുബ്സത അലൈക്കുമുൽ മാൽ, അവർക്ക് സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടുന്നതാണ് ഞാൻ ഭയക്കുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ദാരിദ്ര്യം വന്ന് നമ്മെ പിടികൂടുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ അലട്ടിയ പ്രശ്നമേയല്ല, മറിച്ച് ദുനിയാവ് അവർക്ക് വിശാലമാകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാരണം. ഞാൻ അവസാനിപ്പിക്കാം. ഈ നിലക്ക് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ മരണസമയത്ത് പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കി. ഈ ഹബീബിനെ ഓർത്തിട്ട് വേണം നമ്മൾ കണ്ണീരൊഴുക്കാൻ. ഈ ഹബീബിനെ ഓർത്ത് കണ്ണീർ വന്നിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മുടെ കണ്ണ്? ഈ ഹബീബിനെ ഓർത്ത് നമുക്ക് മദ്ഹ് പാടാനും പറയാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മുടെ നാവ്? നമ്മുടെ കണ്ണീരും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ടിവിക്കുള്ളിലെ 4 വർഷമായിട്ടും പ്രസവിച്ച് പോരാത്ത
ഏതോ ഒരു കുഞ്ഞിന്റെ അതല്ലെങ്കിൽ ഓരോ തള്ളയുടെ നോവിന് വേണ്ടിയിട്ട് കണ്ണീരെടുക്കുന്ന ഉമ്മമാരും ശ്രദ്ധിക്കുക. നമ്മയോർത്ത് കരഞ്ഞ ഹബീബിന് വേണ്ടി കരയാൻ ശ്രമിക്കുക. നമ്മയോർത്ത് വിലപിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്ത ഹബീബിന്റെ ആവശ്യത്തിൽ, ഹബീബിനോടുള്ള ഇഷ്ടം വെക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നിക്കുക. അത്തരം ഇഷ്ടം വെക്കാനുള്ള മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ കബൂൽ ചെയ്യട്ടെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈ സംഗമം വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ ഒരുപാട് ആളുകൾ ഈ പരിപാടിയിലേക്ക് പ്രത്യേകിച്ച് പ്രവാസികളും മറ്റുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ സംഭാവനകളൊക്കെയും സ്വീകരിക്കട്ടെ. ചെറിയ ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റും മറ്റുമൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരൊക്കെയോ ഇവിടെ സംഭാവനകൾ അർപ്പിച്ചോ അതിന്റെ പിന്നിലെ ആവശ്യങ്ങൾ എന്തൊക്കെയോ അള്ളാഹു അവരുടെ ആവശ്യങ്ങളൊക്കെ ഹലാലെങ്കിൽ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് വരാനിരിക്കുന്ന മുഴുവൻ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്നും പുണ്യ നബിയോടുള്ള മഹബ്ബത്ത് കാരണം അള്ളാഹു എല്ലാ ബലാ മുസീബാത്തുകളും അള്ളാഹു തട്ടിയകറ്റട്ടെ. അള്ളാഹു പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം വെക്കുന്ന യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവാസികൾക്കും അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർ, ചെറുപ്പക്കാർ, അള്ളാഹു ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ, ഇത്തരം നാടിനെ ശുദ്ധീകരിക്കുന്ന, നാടിനെ നല്ല നിലയിൽ നടത്താൻ പാകത്തിലുള്ള ഇത്തരം മജ്ലിസുകളുമായി നടത്താൻ അവർക്ക് അല്ലാഹു ഇനിയും ആഫിയത്തും ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് വന്ന മുഴുവൻ രോഗങ്ങളിൽ നിന്നും അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് വാഴ്ത്തുകയും പറയുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവെ സ്വീകരിക്കണേ. അല്ലാഹ് ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് ഹസനാത്തായി ഞങ്ങളുടെ ഏടുകളിലേക്ക് നീ എഴുതി ചേർക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഇത് കാരണമായിട്ട് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന സ്വർഗീയ ലോകത്തിൽ ഒരുമിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹുവേ സ്വർഗീയ ലോകത്തിൽ ഞങ്ങളെ പങ്കുചേർക്കണേ. അല്ലാഹുവേ ഹബീബായ തങ്ങളുടെ ഹൗലുൽ കൗസർ കിട്ടുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ശഫാഅത്തുൽ ഉലമ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. റഹ്മാനെ, ജീവിതത്തിൽ ഹബീബിനെ സ്വപ്നം കാണുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. റഹ്മാനെ, മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഫോട്ടോ കണ്ട് മരിക്കുന്ന റഹ്മാനെ, മലായിക്കത്തിന്റെ സാന്നിധ്യമുള്ള നല്ല മരണമാക്കി ഞങ്ങളുടെ മരണത്തെ മാറ്റണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന റൗളയിൽ ചെന്നുകൊണ്ട് സലാം പറയാനും അവിടത്തോട് ഞങ്ങളുടെ പരാതി ബോധിപ്പിക്കാനും അല്ലാഹുവേ നീ ഭാഗ്യം തരണേ. അല്ലാഹ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ جمعا مرحوما وتفرقنا من بعده تفرقا معصوما وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.